ഓക്കെ, ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗം ഞാൻ വെച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും അമ്മായി അച്ഛന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള ബാഡ് ആയിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊന്നു പ്രേക്ഷകരെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അതായത് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പേഴ്സണലി കരഞ്ഞു പോയി. എനിക്ക് 2-3 പ്രേക്ഷകരാണ് അയച്ചത്. ഇതൊന്നും, അതായത് ഒളിച്ചോടാനുള്ള കാരണം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു കഥാരൂപമാണ്. ഇതിപ്പോൾ ഞാൻ വെച്ചു തരാം. ഷഹലയുടെ വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക്. ഓക്കെ, ഈ വീഡിയോ ദൃശ്യം ഫുള്ളായിട്ട് വെച്ചു തരാം. ഷഹലയെ ഇതുവരെയായിട്ട് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു കാര്യം പറയാം, ഉറപ്പായിട്ടും അവൻ ഈ പറയുന്ന മൊബൈൽ ഷോപ്പിന്റെ ഉടമ ഷഹലയെ ആട്ടിയോടിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഷഹല പൊട്ടിക്കരയും എന്നതിലും യാതൊരു തർക്കവുമില്ല. ഷഹലയുടെ ജീവിതം എന്നേക്കുമായിട്ട് ഇല്ലാതായി എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഒരു പിഞ്ചോമന പൈതല്, അതായത് പ്രസവിച്ചിട്ട് വെറും ദിവസങ്ങൾ മാത്രമാണ് ഇവളുടെ ഷഹലയുടെ കാമുകന്റെ ഭാര്യ. പ്രസവിച്ചിട്ട് വെറും ദിവസങ്ങൾ മാത്രം. ആ കുഞ്ഞിന്റെ ശാപം കിട്ടത്തില്ലേ? എന്തിനു വേണം ആ അമ്മ പൊട്ടിക്കരഞ്ഞ് ഒന്ന് ശപിച്ചാൽ ഇവൻ അനുഭവിക്കത്തില്ലേ? ആ ഒരു പ്രവാസിയുടെ ശാപം ഇവന് കിട്ടത്തില്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ഇവറ്റകൾ അനുഭവിക്കും. കഴിഞ്ഞത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത്, ആ പ്രവാസിയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുക. ഇവളോട് മാപ്പ് ചോദിച്ചിട്ട് എന്തായാലും ഇനി ഇവളെ വിശ്വസിച്ചിട്ട് ജീവിതകാലം മുഴുവനും ഇനി ജീവിക്കുന്ന പറയാൻ എനിക്ക് സാധിക്കത്തില്ല പൊന്നു പ്രേക്ഷകരെ. അവൾ വീണ്ടും ചാടും. ഓക്കെ, അപ്പോൾ അണക്ക് പറയാനുള്ളത്, കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി മാപ്പ് പറഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. കാരണം ഇത് ഗുഡ് ഇൻഫർമേഷൻ ആണ്. ഈ വീഡിയോ ദൃശ്യം 4 ആളിലേക്ക് എത്താൻ വേണ്ടിയാണ് പറയുന്നത്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ കുറെ പേരിലേക്ക് എത്തും. അതുകൊണ്ടാണ് നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം. ആഹാ, ചായയും ചോദിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുവാണോ? ഞാൻ എവിടെയൊക്കെ നോക്കി. ഓ, ഇവള് രാവിലെ തന്നെ തുടങ്ങി. ഇനി ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എനിക്ക്? ഇന്നെന്താ പതിവില്ലാത്തൊരു പത്രം വായന? എന്നാലും എനിക്ക് പത്രം വായിച്ചൂടെ? ഇത് കുറച്ച് കഷ്ടമാണല്ലോ. ആക്ച്വലി എന്താണ് നിന്റെ പ്രോബ്ലം? നിങ്ങൾക്ക് അടുക്കളയിലെ കാര്യമൊന്നും അറിയണ്ടല്ലോ. ഒരു ചായ എങ്കിലും എടുത്ത് കുടിച്ചൂടെ? അതങ്ങനെ ഞാൻ കൊണ്ടു തന്നാലല്ലേ നിങ്ങൾ കുടിക്കുള്ളൂ. ഇതൊക്കെ കുറച്ച് കഷ്ടമാണ് കേട്ടാ. കഷ്ടമാണെങ്കിലേ നീ എടുക്കണ്ടടി. എനിക്ക് എന്റെ മരുമോൾ എടുത്തോണ്ട് വരും. ഓക്കെ, ഇനിയാണ് കഥ തുടങ്ങുന്നത്, കേൾക്കാം. അല്ലേ മോളെ, എടുത്തോണ്ട് വരില്ലേ? തരൂ അച്ഛ. ഓ, ഇപ്പൊ അച്ഛനും മോളും ഒന്നായി, ഞാൻ വെളിയിലും ആയി. ഇതാ ചായ ഇവിടെ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കുടിക്കി. ശങ്കർജി, നിങ്ങളിങ്ങനെ പോയാൽ ശരിയാവില്ല. ജീവിതത്തിൽ നല്ല എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ? ഒറ്റ ജന്മേ ഉള്ളൂ. പെട്ടെന്ന് പോകേണ്ടി വന്നാലേ മോളിൽ ചിലപ്പോ ചോദിക്കും, എടാ ഉവ്വേ താൻ ഭൂമിയിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നിട്ട് നല്ലതായിട്ട് സുഖിച്ചു വന്നു. അപ്പൊ എന്തു പറയും? ഇല്ലെന്നാണ് മറുപടിയെങ്കിലേ അതിന് തക്ക ശിക്ഷ ഉണ്ട് അവിടെ. അതുകൊണ്ട് വേണ്ടവണ്ണം സുഖിച്ചോ. തൻ്റെ ഒരു കാര്യം, എനിക്ക് ഈ ചിന്ത മാത്രമേ ഉള്ളൂ. ഇനി വൈകിക്കണ്ട, അതിനുള്ള ക്ലാസ് ഞാൻ തരാം. താനതിന് ഫീസൊന്നും തരണ്ട. ഓ ആയിക്കോട്ടെ. അപ്പൊ ശരി, നാളെ കാണാം. ഓക്കെ, പറഞ്ഞ കാര്യം മറക്കണ്ട. ഓ ഓ ഓ ഇയാൾക്ക് എപ്പോഴും ഈ വിചാരമുള്ള. ചേച്ചി, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞു. എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. നീ കാര്യം പറയടി. അത് കുറച്ചു ദിവസമായിട്ട് സാറിന്റെ പെരുമാറ്റം എന്തോ ഒരു പന്തികേട് പോലെ. നീ ആരോട് ആരെ പറ്റിയാണ് പറഞ്ഞെന്നുള്ള വല്ല ബോധമുണ്ടോ? അറിയാം ചേച്ചി, പക്ഷെ പറയാതിരിക്കാൻ വയ്യാഞ്ഞിട്ടാ.
ഈ ഇടയായിട്ട് സാറ് ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ പുറകിലൂടെ വന്ന് തട്ടലും മുട്ടലും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ പറഞ്ഞെ. എടി കൊച്ചു, നിനക്ക് ഇവിടെ ജോലിക്ക് വരാൻ വയ്യെങ്കിൽ നീ അത് പറഞ്ഞ പോരെ. 30 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്ന ഒരാളാ ഞാൻ. എനിക്കിതുവരെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വഭാവ പ്രശ്നം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. സത്യം ചേച്ചി ഞാൻ പറയുന്നേ. നീ ഒരു കാര്യം ചെയ്യ്, വേറെ ജോലി അന്വേഷിക്കും. അയ്യോ ചേച്ചി എങ്ങനെയൊന്നും പറയില്ലേ. എനിക്കൊന്നും കേൾക്കണ്ട. നീ നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ട. എന്നെ ജോലിന്ന് പറഞ്ഞു വിടല്ലേ ചേച്ചി. പോവച്ചേ, പൊയ്ക്കോ. നാളെ മുതൽ ഇങ്ങോട്ട് ജോലിക്ക് വരണ്ട. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, ഇതാണ് പ്രശ്നം. അതായത് ആരും വിശ്വസിക്കത്തില്ല ഇവറ്റകൾ ചെയ്യുന്ന തെമ്മാടിത്തരം. ബാക്കിയും കൂടി കാണാം. അമ്മ, ആ ഗോപി ചേച്ചി എന്താ വരാത്തെ? അവളെ ഞാനങ്ങ് പറഞ്ഞു വിട്ടു. എന്താ? ഓ, അവള് ചുമ്മാ ഓരോ ഇല്ലാ കഥകളും പറഞ്ഞുകൊണ്ട് കിടക്കുവാന്ന്. അത് നമുക്ക് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കത്തില്ലേ? ഓഹോ, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നോ? ആ, അവിടെ ഞാൻ വേണ്ടെന്ന് വെച്ചു. ആ, അങ്ങനെയുള്ളവരെ ഇവിടെ നിർത്താതിരിക്കുന്നത് തന്നെ നല്ലത്. നമുക്കിന്ന് സാമ്പാർ വെച്ചാലോ? മതി. അതെ അച്ഛാ, ഓഫീസിൽ നിന്ന് 1-2 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നാളെ തന്നെ പോവേണ്ടി വരും. അതിനെന്തിനാ, നീ സന്തോഷത്തോടെ പോയിട്ട് വാ. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ, ഒരു കുറവും വരാതെ. ചെന്നാൽ ഉടനെ വിവരത്തിന് ഫോൺ ചെയ്തോണം. നിനക്ക് ഫോൺ ചെയ്യാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില. അപ്പൊ സമാധാനത്തോടെ പോയിട്ട് പറ്റുന്നേ. നീ പതുക്കെ വന്നാൽ മതി, 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ശരി അച്ഛാ. ഓക്കെ, കിളവും പറയുന്നത് കേട്ടല്ലോ. ബാക്കിയും കൂടി കേൾക്കാം. എന്താ അച്ഛാ? നമ്മള് കുറച്ച് വെള്ളം എടുക്ക്, ദാഹം. ആ, അവൻ എന്നെ വിളിച്ചിരുന്നു, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. മോളെ വിളിച്ചിരുന്നോ? ആ, വിളിച്ചു. മോക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ പറയാൻ മടിക്കരുത് കേട്ടാ. ആ, മോള് കുളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ? അമ്മ, കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കുളിക്കാന്ന് വെച്ചു. ആ ശരി, ഞാനെന്നാ ഒന്ന് പുറത്തു പോയിട്ട് വരട്ടെ. അപ്പോഴേക്കും നീ കുളിച്ച് നിൽക്ക്. ചേട്ടാ, ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ, ബാക്കി വെച്ച് തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അച്ഛ, എന്താ ഈ കാണിക്കുന്നേ? ഹോസ്റ്റലില് വെള്ളമില്ല, ബാത്റൂമിൽ ഉണ്ടോ എന്ന് നോക്കിയത്.
ശ്ശേ, ഞാൻ ഇത് ആരോട് പറയും? ഇയാൾ ഇങ്ങനെ ഒരാളായിരുന്നോ? ഓക്കെ, ബാക്കി വെച്ച് തരാം. ഏകദേശം നമ്മുടെ നാട്ടില് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു 30-40% ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് ഇവര് നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്ന് മാത്രമാണ്. ബാക്കിയും കൂടി കാണാം. ഹലോ ഹലോ, കേൾക്കാമോ? ആ. എന്തു പറ്റി നിനക്ക്? സുഖമല്ലേ? സൗണ്ട് വല്ലാണ്ടിരിക്കുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ നാളെ അങ്ങ് എത്തും. പിന്നെ വേറെ എന്തുണ്ടോ വിശേഷം അവിടെ? വേറെ വിശേഷം ഒന്നുമില്ല. പെട്ടെന്ന് നിങ്ങൊന്ന് വന്നാ മതി. ഓക്കെ, ശരി. അനു, ഉം. ഞാൻ വന്നതുപോലെ നിന്നെ ശ്രദ്ധിക്കുക. നിനക്ക് എന്തു പറ്റി? എന്തു പറ്റി? കാര്യം പറ. അത് അച്ഛൻ അച്ഛൻ എന്തു പറ്റി? നമുക്ക് ഇവിടെ നിന്ന് മാറി താമസിച്ചാലോ? ഇവിടെ എന്താ കുഴപ്പം? ഇത് നമ്മുടെ വീടല്ലേ. അതുമല്ല, അവർ രണ്ടുപേരും വയസ്സായി വരെയല്ലേ. ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോൾ നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ. എന്താ നിനക്ക് പറ്റിയത്? അച്ഛൻ ശരിയല്ല. എന്താ നീ എന്താ ഈ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? എന്റെ അച്ഛനെ കുറിച്ചാണ് നീ ഈ പറയുന്നത്. ഇനി ഇവിടെ സംസാരം വേണ്ട. നീ ചെല്ലേ, എന്തെങ്കിലും കഴിക്കാൻ എടുത്തു നോക്കി. അനു, ആ. ഞാൻ വരാൻ ലേറ്റ് ആകും. നീ കിടന്നോ, ഡോർ ലോക്ക് ചെയ്യണ്ട. ശരി. അച്ഛൻ എന്താ ഇവിടെ കാണിക്കുന്നേ? ഒരു സാധനം എവിടെയോ. ഇവിടെ ഒന്നുമില്ല. അച്ഛൻ ഒന്ന് പോയേ. ആ മോൾക്ക് കുഴപ്പമില്ല, ഞാൻ നാളെ നോക്കാം. എന്താ അല്ലേ, അതായത് ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, ഇത് നടക്കുന്ന കാര്യമാണ്. ഇത് ഏകദേശം ചില പെൺകുട്ടികളൊക്കെ ഇതൊക്കെ മനസ്സിൽ ഒതുക്കിയാണ് വെക്കുന്നത്. പൊന്നു പെൺകുട്ടികളെ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് വരത്തില്ല, നിങ്ങൾ ആരും അറിയത്തില്ല. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾക്ക്, അതായത് പോലീസ് ഓഫീസറെ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ പരാതി പോലീസ് ഓഫീസർ മോശമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ആൾക്കാരുണ്ട്. നിങ്ങൾ എന്തും ടെൻഷൻ അടിക്കുന്നു? ഞങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ഒരു യൂട്യൂബറോട് പറഞ്ഞാൽ മതി. നിങ്ങൾ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലീക്ക് ചെയ്യത്തില്ല. അവൻ നിങ്ങളെ സഹായിക്കും. ഇപ്പൊ എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കും. ഇങ്ങനെയുള്ള വൃത്തികേട് ഏതൊരു അച്ഛൻ ചെയ്യുന്നുണ്ടെങ്കിലും അയാളെ പിടിക്കപ്പെടണം എന്നാണ് ഞാൻ പറയുന്നത്. ബാക്കിയും കൂടി കാണാം. മോളുറങ്ങിക്കോ. അവളുടെ അനന്യ, എനിക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കേ. അതെന്താ ഞാൻ ഇവിടെ ഇരിക്കണം നിങ്ങൾക്ക് കണ്ടുകൂടെ? അത് അവളെടുത്ത് തന്നാലേ നിങ്ങൾ കുടിക്കോളൂ. നീ എന്തോന്ന് അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ഞാനൊരു പൊട്ടിയാണെന്ന് നിങ്ങൾ വിചാരിച്ചു?
നിങ്ങളുടെ സകല ചുറ്റിക്കളികളും അറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. ആ പാവം പെണ്ണിനെ. ഏത് പെണ്ണ്? ഏത് പെണ്ണാ? ഗോപിയെ നിങ്ങൾ മറന്നുപോയോ? അവൾ ഇന്ന് തന്നെ ഫോൺ ചെയ്തിരുന്നു. നിങ്ങളെ സർവത്ര കളികളും അവൾ പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീ അനാവശ്യം പറയരുത്. അവര് തിരികെ കയറാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയതാ. അനാവശ്യോ? ഞാനൊരു പെണ്ണാണ്, എനിക്കൊരു പെണ്ണിന്റെ വേദന മനസ്സിലാവും. അവള് പോയപ്പോ നിങ്ങക്ക് സ്വന്തം മകന്റെ ഭാര്യ തന്നെ വേണം. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. എന്റെ പരുവോളോ പുറകെ നടന്നത്. ആവശ്യമില്ലാത്ത കാര്യമോ? ഇന്നലെ രാത്രി നിങ്ങൾ അനന്യയുടെ മുറി കയറി പോകുന്നത് ഞാൻ കണ്ടതല്ലേ. അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് എന്തിന്റെ കേട് മനുഷ്യ? നിങ്ങളൊരു അച്ഛനാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. വയസ്സായാൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പഠിക്കണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ അറിയും. അമ്മേ, ഞങ്ങൾ ഇറങ്ങുക. പോവാൻ തീരുമാനിച്ചു മക്കളെ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് വിശ്വസിച്ചിട്ടാ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോകുന്നേ? ഇവളുടെ വീട്ടുകാരെ എന്നെ വിശ്വസിച്ചിട്ടാ എന്റെ കൂടെ വെട്ടിക്കുന്നത്. ഇനിയും ഞാൻ ഇവിടെ നിന്നാലേ അച്ഛനാണെന്നുള്ള കാര്യം ഞാൻ മറക്കേണ്ടി വരും. പിള്ളേരെ ഒന്ന് വിളിയടി. എനിക്ക് ഒരു തിരുത്താനുള്ള ഒരു അവസരം തരാൻ പറ. തിരുത്താൻ ഒരു അവസരം തന്നാൽ നിങ്ങൾ തിരുത്തുവോ? ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അവരുടെ കൂടെ ഞാനും പോകും. ബാക്കിയുള്ള കാലം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതൊരു കഥയാണ്. ഓക്കെ, ഇവര് അഭിനയിച്ച് നമുക്ക് കാണിച്ചതാണ് സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ പറയാനുള്ളത്, എൻ്റെ പൊന്നാണുങ്ങളെ, നിങ്ങൾക്ക് നാണമുണ്ടോ? ഇങ്ങനെയുള്ള പ്രവർത്തിക്ക് നിങ്ങൾ പോകണ്ട. എല്ലാ ആണുങ്ങളും നല്ല പറയുന്നത് 100 3-4% വരുന്ന ആണുങ്ങൾക്ക് ഇങ്ങനെയുള്ള പണി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നല്ലതിനല്ല. നമ്മുടെ കുടുംബം തന്നെ ഇല്ലാതാവും. പെൺകുട്ടികളോട് വീണ്ടും വീണ്ടും ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് മോശമായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നിങ്ങൾ ആദ്യം, അതായത് പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പെൺകുട്ടികൾ ആദ്യം റീപ്ലൈ കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല. പക്ഷേ ഇവറ്റകൾ വീണ്ടും 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 മെസ്സേജ് അയക്കുമ്പോൾ റീപ്ലൈ കൊടുത്തു പോകും. അതിനുശേഷം എന്തൊക്കെയോ ആവും. ഒരു കാര്യം പറയാം, ആദ്യം സുഖത്തിൽ നിന്ന് തുടങ്ങും, അവസാനം കണ്ണീരിൽ നിന്ന് തന്നെ അവസാനിക്കും. എത്രയോ ഇൻഫ്ലുവൻസർമാർ, ഞാൻ പേര് പറയുന്നില്ല, എത്രയോ പ്രമുഖ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർമാർ, ഇൻസ്റ്റഗ്രാം റീൽസ് ക്രിയേറ്റർമാർ ആത്മഹത്യ ചെയ്തിട്ടില്ലേ? ആണുങ്ങളല്ല, പെണ്ണുങ്ങളാണ് കൂടുതൽ. കാരണം ആണുങ്ങൾ ഇത്തരത്തിലുള്ള ചെറ്റത്തരം പിടിച്ചു കഴിഞ്ഞാൽ അത് താങ്ങുന്നുണ്ട്. അവറ്റകൾ വേറെ നോക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മറക്കുന്നുണ്ട്. ഒരു പെണ്ണങ്ങനെയല്ല. ഇങ്ങനെയുള്ള വൃത്തികേടിന് പോയി കഴിഞ്ഞാൽ, നിന്ന് കഴിഞ്ഞാൽ, അവൾ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, 3 ദിവസത്തെ ദുനിയാവാണ്. നിങ്ങൾ ആര് മെസ്സേജ് അയക്കുന്നത്, നിലവിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടെങ്കിൽ പൊന്നു പ്രേക്ഷകരെ, അതൊക്കെ 8ന്റെ പണി കിട്ടി. ഇപ്പൊ നോക്കൂ, ഷഹല ഷെരീന്റെ ഫോട്ടോസ് ഇങ്ങനെ വരുന്നില്ലേ? 3 ദിവസത്തെ ദുനിയാവാണ്. നല്ല രീതിക്ക് ജീവിക്കണം, ജീവിക്കേണ്ട രീതിയിൽ നിങ്ങൾ നല്ല രീതിക്ക് ജീവിക്കും പൊന്നു പ്രേക്ഷകർ. നമ്മൾ എൻജോയ്മെന്റ് ചെയ്യേണ്ടത് ഇതിൽ നിന്നല്ല. സെക്സ് ഒരു എൻജോയ്മെന്റ് അല്ല. നിങ്ങൾ എൻജോയ്മെന്റ് ചെയ്യേണ്ടത് ട്രിപ്പ് പോയിട്ടാണ്. നല്ല ഏതെങ്കിലും സിനിമക്ക് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ പോകണ്ടെന്നൊന്നും പറയുന്നില്ല. അതിനുശേഷം നിങ്ങൾ നല്ല നാട് കാണണം, അതാണ് ഒരു എൻജോയ്മെന്റ്. നിങ്ങൾ കണ്ണൂരുകാരാണെങ്കിൽ കാസർഗോഡ്, തിരുവനന്തപുരം യാത്ര ചെയ്യൂ, അതാണ് ഒരു എൻജോയ്മെന്റ്. കുടുംബത്തിലേക്ക് പോയിക്കോളൂ, അതാണ് എൻജോയ്മെന്റ്. അല്ലാതെ ഇത് മാത്രമാണ് എൻജോയ്മെന്റ് ചിന്തിക്കുന്ന പുരുഷന്മാരെ, സ്ത്രീകളെ, നിങ്ങളുടെ അവസ്ഥ വളരെ വളരെ മോശമാണ്. യൂട്യൂബിൽ നിന്ന് തന്നെ എങ്ങനെ ഇത്തരത്തിലുള്ള ആ ചിന്ത നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ കൊണ്ടുവരാം ഓരോ കണ്ടന്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഏതായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.